നമസ്കാരം. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചിന്താമണിയിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിട്ടുള്ള SLES ശ്രീലക്ഷ്മി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ക്യാമ്പസിനെ പറ്റിയാണ്. ചുരുങ്ങിയ ചെലവിൽ തന്നെ നഴ്സിംഗ് കോഴ്സുകളായിട്ടുള്ള BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, അതേപോലെ തന്നെ പോസ്റ്റ് BSc നഴ്സിംഗ്, പിന്നെ ഫാർമസി കോഴ്സുകളായിട്ടുള്ള D.Pharm, അതേപോലെ തന്നെ B.Pharm, അലൈഡ് സയൻസ് കോഴ്സുകളായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, MIT, അതേപോലെ തന്നെ ഡയാലിസിസ്, ഇതേപോലുള്ള കോഴ്സുകളും ഈ കോളേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ശ്രീലക്ഷ്മി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും ക്യാമ്പസിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് പ്രാക്ടിക്കൽസിനായിട്ട് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഏകദേശം 300 ബെഡഡ് ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള പ്രാക്ടിക്കൽസും കാര്യങ്ങളും ഏകദേശം ക്ലാസ് തുടങ്ങി 6 മാസം കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. ഏകദേശം എല്ലാ രീതിയിലുമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ. ഇത് കൂടാണ്ട് തന്നെ നഴ്സിംഗ് കോഴ്സുകൾക്ക് വേണ്ടിയുള്ള അപ്രൂവൽ ആയിട്ടുള്ള INC, KNC, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അപ്രൂവൽ, കൂടാണ്ട് തന്നെ ഫാർമസി കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ആയിട്ടുള്ള ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലും ഈ കോളേജിൽ അവൈലബിൾ ആണ്. ഈ കോളേജിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കർണാടകയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും ഇവിടെ ഏകദേശം ഒരു 80% കുട്ടികൾ പഠിക്കുന്നത് മലയാളി കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കോളേജിലുള്ള സ്റ്റാഫുകളായിക്കോട്ടെ, ഇവർക്ക് കിട്ടുന്ന ഫുഡ് ആയിക്കോട്ടെ, എല്ലാം ഈ പറയുന്ന രീതിയിൽ കേരള തനിമയുള്ള ഫുഡുകൾ തന്നെയാണ് കിട്ടുന്നത്. സ്റ്റാഫുകൾക്കാണെങ്കിൽ തന്നെ മലയാളം വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാർ തന്നെ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സ്പോർട്സ് ഡേ ആയിക്കോട്ടെ, ആർട്സ് ഡേ ആയിക്കോട്ടെ, കൾച്ചറൽസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഓണം സെലിബ്രേഷൻ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഇതെല്ലാം കോളേജുകാർ വലിയ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്ലേസ്മെന്റിന്റെ കാര്യം ആലോചിച്ചോളൂ നിങ്ങൾക്ക് ടെൻഷൻ. അതിന്റെ ആവശ്യമില്ല. ഏകദേശം 22ഓളം ബാച്ചുകൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ തന്നെ പല രാജ്യങ്ങളിൽ പല ഹെൽത്ത് സെക്ടറിൽ തന്നെ പല രീതിയിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിൽ ഏത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് കോളേജിൽ എത്തിപ്പെടാനുള്ള ബസ് സൗകര്യമുണ്ട്. കൂടാതെ തന്നെ ചിന്താമണി തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. ഇത് നമ്മുടെ കോളേജിൽ തന്നെ BSc നഴ്സിംഗ് 3ാം വർഷം വിദ്യാർത്ഥികളാണ്. നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ഓരോരുത്തരും ചോദിച്ചറിയാം. നമ്മളെ എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ക്ലാസ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നന്നായിട്ട് എടുക്കണമൊക്കെ ഉണ്ട്. എല്ലാം നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തുതരും. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. നന്നായിട്ട് കെയർ ചെയ്യും. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫുൾ സപ്പോർട്ടൊക്കെയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹോസ്റ്റലിന്റെ അകത്തൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റല് സെക്യൂർ ആണ്, സേഫ്റ്റി ആണ്. നമ്മളെ ആവശ്യത്തിന് ഫ്രീഡം പുറത്തേക്ക് വെറുതെ വിടൊന്നുമില്ല. പക്ഷെ നമ്മളെ ആവശ്യത്തിന് എന്തായാലും നമ്മളെ വിടും. വാർഡനെ സമീപിച്ചു കഴിഞ്ഞാൽ വാർഡൻ എന്തായാലും വിടും. നമ്മുടെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് അഭിപ്രായം? ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര സപ്പോർട്ടീവ് ഒക്കെയാണ്. പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമുക്കിപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതപ്പോ തന്നെ അവർ സോൾവ് ചെയ്ത് തരും, പറഞ്ഞു തരും. ഓക്കെ. പിന്നെ ഫാക്കൽറ്റീസും ഇവിടെ തന്നെ താമസിക്കുന്നവരില്ലേ? ഉണ്ട്. ഇവിടെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തായാലും നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞാലും. ഓക്കെ. പിന്നെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ പോയി തന്നെ റെഫറും കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ. പിന്നെ ഇവിടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി റിസൾട്ടിനെ പറ്റി പറയുവാണെങ്കിലോ? യൂണിവേഴ്സിറ്റി റിസൾട്ട് 100% ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പാസ്സാവുന്നുണ്ട്. പിന്നെ എക്സാമിന് മുന്നേ കുറെ ഡെയിലി ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡ് ആവും. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി, ഫുഡ് നിങ്ങളുടെ ഹോസ്റ്റൽ സൗകര്യങ്ങളെ പറ്റി പറയുവാണെങ്കിലോ? സൗകര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കുഴപ്പമില്ല, എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. മലയാളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. ഫൈൻ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേറെ മേജർ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ കോളേജിനെ പറ്റി ഇല്ല? ഇല്ല. എല്ലാം നല്ല സേഫ് സെക്യൂർ ഒക്കെയാണ്. ഓക്കെ. ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊരു കാര്യത്തിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.